അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമ്മൾ ആലു പറാട്ട ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ആ ഒരു ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദാമാവ് നമ്മൾ ഇതുപോലെ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണൽ ആണ് കേട്ടോ. നമുക്കിത് പൂർണ്ണമായിട്ട് ഗോതമ്പ് പൊടിയിൽ മാത്രം ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം മൈദാമാവ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ആ ഒരു 1/4 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്താൽ മതി. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ അതിലും കുറച്ചും കൂടി മയത്തിൽ കുഴച്ചിട്ടെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരത്തില്ല കേട്ടോ ഈ മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല മയത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല മയത്തിൽ തന്നെ ഞാനിത് ഇവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മാവിന് ഒട്ടും തന്നെ ബലം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇതിന് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ കുഴക്കാൻ എടുത്തതിൽ എനിക്ക് കുറച്ച് വെള്ളം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഈ മാവിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ നെയ്യൊന്ന് ആക്കി കൊടുക്കാം. മാവ് ഒട്ടും തന്നെ ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കുറച്ച് നെയ്യൊന്നും ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് അതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. മാവ് ഒട്ടും തന്നെ ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വ്രാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുള്ളി നിന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിരിച്ച് കൊടുത്താലും മതി. നമ്മളിത് ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന ഒരു സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 മീഡിയം വലിപ്പമുള്ളൊരു തക്കാളിയാണ്. അതുപോലെ തന്നെ ഒരു വലിയ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ളൊരു ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും വേണം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാതിരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു വെളുത്തുള്ളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ നമ്മൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടി പോകണ്ട കേട്ടോ, അത്യാവശ്യം നമുക്കൊന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. സവാളയാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൊണ്ട് ചേർത്ത് നല്ലപോലെ 1 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. തക്കാളി ആണെങ്കിൽ നമുക്കിവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഇതൊന്നും കൂടെ ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കസൂരി മേത്തി നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി ആ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നതിന് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഇളക്കാണ്. മല്ലിയിലയും കൂടി ഇതുപോലെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. കടലപ്പൊടി നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാതിരിക്കുക കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് കടലപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കടലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടലപ്പൊടിയുടെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറി കിട്ടണം. അപ്പോൾ ഈ ഒരു കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനിതൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീയെ നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ അവലാണ്. അവലിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ടെടുത്താൽ മതി. അവൽ നമുക്ക് നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടാൽ മതി കേട്ടോ, ഒരുപാട് കുതിർന്നൊന്നും പോകണ്ട. അപ്പോൾ അവൽ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഈ കുതിർത്തിയെടുത്ത അവലാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അവലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു മസാലയൊക്കെ അവലിനകത്ത് നല്ലപോലെ തന്നെ ഒന്ന് പിടിക്കണം. അവൽ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അകത്ത് ആ ഒരു ഫില്ലിങ് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് അവലിൽ പിടിക്കുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ സവാള വഴറ്റാൻ നേരത്ത് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവാണിത്. ഈ മാവിൽ നിന്ന് കുറച്ച് ഏറെ തന്നെ മാവ് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഉരുട്ടി കൊടുക്കാം. നമ്മളൊരു 2 ചപ്പാത്തിയൊക്കെ പരത്താൻ എടുക്കുന്ന അത്രയും മാവ് നമ്മൾ എടുക്കണം. അപ്പോൾ മാവ് ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പൊടിയാണ്. പൊടി നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദാമാവോ എടുക്കാവുന്നതാണ്. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് റൗണ്ടാക്കി പരത്തിയതിന് ശേഷം ഈ പൊടിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാവ് മുക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിയാക്കിയതിന് ശേഷം ഈ കൈ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് കൂടെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റം എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒട്ടിക്കാം. നമ്മൾ കിഴിയൊക്കെ ആക്കുന്ന പോലെ തന്നെ ഇതുപോലെ മുകളിലേക്ക് വേണം ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കി മുകളിലേക്ക് നിൽക്കുന്ന മാവ് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് റൗണ്ട് ആക്കിയിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് വീണ്ടും ഇതിലൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലൊന്ന് മാവിനകത്തൊന്ന് മുക്കിയിട്ടെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. പരത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ബലം കൊടുത്ത് നമ്മളിത് പരത്തരുത്, അങ്ങ് പൊട്ടിപ്പോവും. അധികം ബലമൊന്നും കൊടുക്കാതെ പതിയെ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരുപാട് ബലം കൊടുത്തങ്ങ് പരത്തരുത്. ഇത് കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനിത് ഇവിടെ നിന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബലം കൊടുക്കരുത് കേട്ടോ നമ്മളിത് പരത്തുന്ന സമയത്ത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി മാവും കൂടെ ജസ്റ്റ് കൈ കൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മാവിനകത്ത് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വീണ്ടും കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി പരത്തുക. പരത്തിയിട്ട് വീണ്ടും മാവിനകത്ത് മുക്കിയിട്ട് നമുക്ക് പതിയെ ഒട്ടും തന്നെ ബലം കൊടുക്കാതെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടെടുത്താൽ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോകാൻ നമുക്കിത് കിട്ടും. അപ്പോൾ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ആദ്യം ഒരു 2 മിനിറ്റോളം നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്താലും മതി. നെയ്യ് ഇതുപോലെ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ വീണ്ടും നമുക്ക് നന്നായിട്ട് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ആദ്യമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് വീണ്ടും നെയ്യോ ഓയിലോ തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പാനിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഒരു കാസറോളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ. ആ ഒരു ചൂടത്തിരുന്ന് കുറച്ചും കൂടി ഇത് നല്ല സോഫ്റ്റ് ആകണം. അല്ലാതെ നമ്മളിത് ചുട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോൾ വശമൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒനിയൻ ടൊമാറ്റോ പൊറോട്ട എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ആലു പൊറോട്ടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കർഡോ അല്ലെങ്കിൽ ഗാർലിക് സോസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.